കൃപ, എനിക്ക് ജോലി എടുത്ത് മതിയായി. നല്ല പ്രഷർ കിട്ടുന്നുണ്ട് ഓഫീസിൽ നിന്ന്. ഞാൻ അങ്ങനെ ആലോചിക്കുകയാണ് ജോലി റിസൈൻ ചെയ്താലോ എന്ന്. നമുക്ക് എന്തെങ്കിലും ചെയ്യണം. ബിസിനസ് ചെയ്താൽ നല്ല കാശാ, അത് നിനക്കറിയൂ. ബിസിനസ്സോ? ഇപ്പൊ നിങ്ങൾക്ക് മാസം 19,000 സാലറി ഇല്ലേ? നിനക്കിപ്പോൾ ഈ 50,000 വലുതായിരിക്കും. ഇന്ന് ആൾക്കാർ ലക്ഷങ്ങളാണ് ഉണ്ടാക്കണത്. അതിന് നിങ്ങളെ കൊണ്ട് ബിസിനസ് ഒക്കെ പറ്റുമോ? അല്ല, നിങ്ങൾ എന്ത് ബിസിനസ്സാ ഉദ്ദേശിച്ചത്? സംശയമില്ല, പശു ഫാം. ഇന്ന് പശുവിൻ്റെ ഫാം എന്ന് പറഞ്ഞാൽ നല്ല ബിസിനസ്സാ. പശു ഫാമോ? നീ ഒന്ന് ആലോചിച്ച് നോക്ക് കൃപ. നമുക്കൊരു 10 പശു ഉണ്ട് വിചാരിക്കുക. 10 പശുവിന് ഓരോ ലിറ്റർ വെച്ചിട്ട് എല്ലാ ദിവസവും കിട്ടുകയാണെങ്കിൽ 10 ലിറ്റർ പാല് കിട്ടും. അപ്പോൾ ഒരു മാസത്തേക്ക് എത്രയായി? അപ്പോൾ ഒരു വർഷത്തേക്ക് എത്രയായി? പിന്നെ ആ പശു പ്രസവിക്കും, അതിന് കുട്ടികളുണ്ടാവും, അത് വീണ്ടും പ്രസവിക്കും, അതിന് കുട്ടികളുണ്ടാവും. ഇവിടെ മൊത്തം പശുക്കളാവും. നമ്മൾ നീ ആലോചിച്ച് നോക്ക്, ഇപ്പം എത്ര കാശുണ്ടാക്കി. ഈ പാലൊക്കെ വിറ്റ് വലിയ കോടീശ്വരന്മാരാവാം നമുക്ക്. അല്ല, അതൊക്കെ ശരിയാണ്. പക്ഷെ ഈ പശുക്കളൊക്കെ ആരെ കുളിപ്പിക്കുക? സംശയമില്ല, അത് നീ കുട്ടികളെയൊക്കെ കുളിപ്പിച്ച് നിനക്ക് നല്ല എക്സ്പീരിയൻസ് ഇല്ലേ? അത്ര പോലും ഇതിന് പണിയൊന്നുമില്ല. ഇത് ജസ്റ്റ് ഹോസ് പിടിച്ചു കൊടുത്താൽ മതി. ഈ തൊഴുത്തക്കാരെ വൃത്തിയാക്കുക? നീ വലിയ വീട് മൊത്തം ക്ലീൻ ചെയ്യണില്ലേ? അത്ര പോലും ഇതിന് പണിയില്ല. പെട്ടെന്ന് ശരിയാക്കാൻ പറ്റും ഇതൊക്കെ. അല്ല, അപ്പൊ ഈ പശുക്കളൊക്കെ ആരെ കറക്കുക? നീ ജിമ്മിൽ പോയിട്ട് കുറെ കാശ് കളയണില്ലേ? നീ പശുവിനെ കറക്കുകയാണെങ്കിൽ അത് നല്ല എക്സസൈസാ. അപ്പൊ അവിടെ പൈസ നിനക്ക് ലാഭമായില്ലേ? അല്ല, അപ്പൊ എനിക്ക് എന്റെ വീട്ടിലൊന്നും ഇടയ്ക്ക് പോയി നിൽക്കണ്ടേ? ഡെഡിക്കേഷൻ വേണം. നിനക്കില്ലാത്തതാണ്. പക്ഷെ ഈ ഒരു പണിയിലൂടെ നിനക്ക് നല്ല ഡെഡിക്കേഷൻ ഉണ്ടാവും, അതെനിക്ക് ഉറപ്പാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞ, ഈ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞ് ഈ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കി ഇനി ഞാൻ പശു ഫാം നോക്കണം അല്ലേ? അല്ല, എനിക്ക് കോടീശ്വരനാവാൻ താല്പര്യമില്ല. രാവിലെ തന്നെ ഒരു ഉടായ്പായിട്ട് വരും ജോലിക്ക് പോകാണ്ടിരിക്കാനുള്ള. ഏറ്റില്ല.